ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂണറൽ ബ്ലൂസ് എന്ന് പറയുന്ന പോമാണ് റിട്ടൺ ബൈ W.H. ഓഡൻ. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനതിൽ സിമ്പിൾ നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓതറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 20th സെഞ്ചുറിയിലെ മേജർ ആയിട്ടുള്ളൊരു പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, പ്ലെയർ റൈറ്ററാണ് നമ്മുടെ ഓതറായിട്ടുള്ള W.H. ഓഡൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയിട്രീസിലൊക്കെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്ത തീംസ് എന്ന് പറയുന്നത് ലവ്, ഡെത്ത്, പൊളിറ്റിക്സ്, ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്, മ്യൂസിക്കൽ ആൻഡ് തോട്ട്ഫുൾ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഡീപ്പ് ഫീലിംഗ് ആണ്, ഡീപ്പായിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് അനദർ ടൈം, ദ ഏജ് ഓഫ് ആൻഷിറ്റി, ഫ്യൂണറൽ ബ്ലൂസ്. ഇതിൻ്റെ ഈ ഒരു പോം ഫ്യൂണറൽ ബ്ലൂസ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പോമാണ്. ബിക്കോസ് ഈ പോയത്തിൽ കൂടുതലായിട്ടും എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗ്രിഫ് ആൻഡ് ലവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പോമാണ്. ഈ പോമിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പോം ഫ്യൂണറൽ ബ്ലൂസ് എന്ന് എഴുതിയത് W.H. ഓഡനാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇതൊരു എൽ ജി ആണ്. എൽ ജി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പോം ഫോക്കസ് ഓൺ സ്പീക്കറിൻ്റെ ഡീപ്പ് ഗ്രിഫ് ആൻഡ് സെൻസ് ഓഫ് ലോസ് ആണ്. ആൻഡ് സ്പീക്കർ ഫീൽ ചെയ്യുന്നത് ഒരു പേഴ്സൺ തൻ്റെ ലൈഫിലെ സെൻറ്റർ ആയിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൻ്റെ ഇല്ലായ്മയാണ് ഈ സ്പീക്കർ ഫീൽ ചെയ്യുന്നതിനാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ആൻഡ് പോം എക്സ്പ്രസ് ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് ലവ്, ഡെത്ത് ആൻഡ് ലോൺലിനെസ് ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ പോയത്തിൽ ദുഃഖം, ഗ്രിഫ് എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ലോകത്തിനെ ഇല്ലാതാക്കുന്നു, മീനിങ്ലെസ് ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓതർ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രോങ് ഇമാജിനറി ആണ്. അത് എക്സ്പ്രസ് ചെയ്യാനാണ്, ഇൻറ്റൻസ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനാണ്. അതേപോലെ തന്നെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പോമാണിത്. അതേപോലെ തന്നെ അബൌട്ട് പേഴ്സണൽ ലോസ് ഇൻ മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു പേഴ്സണൽ ലോസിനെയും കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ പോം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സൽ ഹ്യൂമൻ എക്സ്പീരിയൻസ്, അതായത് യൂണിവേഴ്സിൽ തന്നെ നമ്മുടെ ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ്റെ എക്സ്പീരിയൻസ് ആയി കാണുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ഇല്ലായ്മയാണ്, ആ ഒരു വിലാപത്തെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇതാണ് ഈ പോയത്തിൻ്റെ ഷോർട്ട് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടൈറ്റിൽ ഫ്യൂണറൽ ബ്ലൂസിനെ എന്താണ് മീൻ ചെയ്യുന്നത്, ടൈറ്റിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയാലോ. അപ്പം നമ്മുടെ ഫ്യൂണറൽ ബ്ലൂസ് എന്ന് പറയുന്നത്, ഫ്യൂണറൽ എന്ന് അർത്ഥമാക്കുന്നത് സെറമണി ആഫ്റ്റർ ഡെത്ത്, അതായത് മരണത്തിന് ശേഷമുള്ള സെറമണി. ആൻഡ് ബ്ലൂസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ്സ് എ സ്ലോ മെലോഡിക് സോങ്, ഒരു മെലോഡിക് സോങ് പോലെയാണ് ബ്ലൂസ്. അതിനെ അർത്ഥമാക്കുന്നത് അബ്ബു എന്ന് പറയുന്ന കളർ കൊണ്ടാണ് അതിനെ അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്കിനി സ്റ്റാൻസ വൈസ് അനലൈസ് ചെയ്യാം. ലൈൻസ് ഞാൻ വായിക്കുന്നില്ല, സ്റ്റാൻസ വൈസ് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് സ്പീക്കർ എല്ലാ സൗണ്ട്സും, ഈവൻ ക്ലോക്സിൻ്റെ ആയാലും ടെലിഫോണിൻ്റെ ആയാലും ഡോഗ്സിൻ്റെ ആയാലും പിയാനോസിൻ്റെ ആയാലും സൗണ്ട്സൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുന്നത്. എല്ലാ ഒച്ചകളും, എല്ലാ സൗണ്ട്സും, എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് ദ സൈൻ ഓഫ് റെസ്പെക്ട് ഫോർ എ ഡെഡ് പേഴ്സൺ. ഇവിടെ നമ്മുടെ സ്പീക്കർ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് ഫ്യൂണറൽ അറ്റ്മോസ്ഫിയർ ആണ്. ഈ സ്റ്റാൻസിലൂടെ അർത്ഥമാക്കുന്നത് തൻ്റെ സ്പീക്കറിൻ്റെ ഡീപ്പ് ഗ്രിഫ്, ഒരു ആഴത്തിലേറിയ ഒരു വിലാപം, ആ വിലാപത്തിൽ ഡിസയർ ഓഫ് കംപ്ലീറ്റ്ലി സൈലൻസ് വേണമെന്നൊരു ഡിസയർ, അതാണ് ഈ സ്റ്റാൻസിൽ കാണിക്കുന്നത്. ഈ സ്റ്റാൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഹൈപ്പർപോൾ ആണ് കേട്ടോ. സെക്കൻഡ് സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീക്കർ വാണ്ട്സ് ടു വേൾഡ് ടു നോ അബൌട്ട് ഡെത്ത്. നമ്മൾ ഈ ലോകം മുഴുവൻ അറിയണം, ഈ ഒരു ഡെത്തിനെ കുറിച്ച് അറിയണം. ഈവൻ എയർപ്ലെയിൻസ് ഷുഡ് റൈറ്റ് ചെയ്യണം എന്ത്, ഹീസ് ഡെഡ് എന്ന് പറഞ്ഞാൽ എയർപ്ലെയിൻസ് സ്കൈ, നമ്മുടെ ആകാശത്തിലൂടെ ഇങ്ങനെ എഴുതണം. അതുപോലെ തന്നെ ഡവ്സ് ആൻഡ് ട്രാഫിക് പോലീസ്മാൻസ് ഒക്കെ ഈ ഒരു ഇല്ലായ്മ വിലാപത്തിൻ്റെ ഡ്രസ്സുകൾ ധരിക്കണം. ഈ ഒരു സ്റ്റാൻസിലൂടെ അർത്ഥമാക്കുന്നത് ആ ഒരു മരിച്ച പേഴ്സൺ, ആ ഒരു ഡെഡ് പേഴ്സൺ എന്ന് പറയുന്നത് തൻ്റെ ലൈഫിൽ, സ്പീക്കറിൻ്റെ ലൈഫിൽ അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു എന്നതാണ് ഈ ഒരു സ്റ്റാൻസിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ, തേർഡ് സ്റ്റാൻസിൽ നമ്മുടെ സ്പീക്കർ പറയുന്നത് തൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പീക്കർ ആൻഡ് ദ ഡെഡ് പേഴ്സൺ, ആ ഒരു ലവിന് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അറിയണം, എല്ലാ ഡയറക്ഷനിലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ താൻ ലവ് ചെയ്ത ആ ഒരു പേഴ്സൺ തൻ്റെ സ്പീക്കറിൻ്റെ ലൈഫിൽ സെൻറ്റർ ആയിരുന്നു. വിച്ച് മീൻസ് ദ ലവ്ഡ് വൺ വാസ് ദ സെൻറ്റർ ഓഫ് ദ സ്പീക്കേഴ്സ് ലൈഫ്. ആ ഒരു പേഴ്സൺ തന്നെ ഗൈഡ് ചെയ്യുമായിരുന്നു, സപ്പോർട്ട് ചെയ്യുമായിരുന്നു, എപ്പോഴും ഏതൊരു സമയവും എല്ലാ സമയത്തും അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഗൈഡിങ് ചെയ്യുമായിരുന്നു, സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പീക്കർ വിശ്വസിക്കുന്ന ലവ് എന്ന് പറയുന്നത് ഒരിക്കലും would last forever. Okay, but death has shattered that belief. This is the emotional heart of the poem. ഈ ഒരു ലൈൻസ് ആണ് പോയത്തിൻ്റെ ഒരു ഇമോഷണൽ ഭാഗം എന്ന് പറയുന്നത്. നമുക്കിനി ലാസ്റ്റ് സ്റ്റാൻസിലോട്ട് പോകാം. ഫൈനൽ സ്റ്റാൻസ്, ഫോർത്ത് സ്റ്റാൻസാണ് കേട്ടോ. അപ്പോൾ ഈ ഫോർത്ത് സ്റ്റാൻസ് സ്പീക്കർ ഡിസ്കസ് ചെയ്യുന്നത് മരണത്തിന് ശേഷം യൂണിവേഴ്സ് മുഴുവൻ അതിൻ്റെ മീനിങ്ലെസ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ സ്പീക്കറിന് തോന്നുന്നത് മീനിങ്ലെസ് ആയിട്ടാണ് സ്പീക്കറിന് തോന്നുന്നത്. ആൻഡ് ഈവൻ സ്റ്റാർസ്, മൂൺ, സൺ, ഓഷ്യൻസ് ആൻഡ് ഫോറസ്റ്റ് ഒക്കെ യൂസ്ലെസ് ആയിട്ടാണ് നമ്മുടെ സ്പീക്കറിന് തോന്നുന്നത്. അതേസമയം സ്പീക്കറിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനി ഒരു നന്മയും സാധ്യമല്ലെന്ന് നമ്മുടെ സ്പീക്കറിന് തോന്നുന്നുണ്ട്. തൻ്റെ നഷ്ടത്തിൻ്റെ ആഴവും നിരാശയുടെ വികാരവും എല്ലാം തൻ്റെ ഈ ഒരു തന്നെ ഇതിനെ ഊന്നി പറയുന്നു, അതായത് ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ്. അതായത് ഈ പോമിനോട് ഉദ്ദേശിക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആകുമ്പോൾ അത് ഈ ലോകത്തിൻ്റെയോ തൻ്റെ ലൈഫിലെയോ വളരെ ഏറ്റവും വലിയ ദുഃഖത്തിലൊന്നാണ്, തൻ്റെ ലൈഫിലെ ഒരു ഭാഗമാണ് എന്നൊക്കെയാണ് ഈ പോമിലൂടെ അർത്ഥമാക്കുന്നത്.
ഇനി ഈ പോയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ലൈൻസ്, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു 2-3 ലൈൻസും അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് അലിട്രേഷൻ, മെറ്റഫർ, ഹൈപ്പർപോൾ ആൻഡ് ഇമാജിനറി ആണ്. ഇനി ഈ പോയത്തിൻ്റെ ചെറിയൊരു കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ഫ്യൂണറൽ ബ്ലൂസ് എന്ന് പറയുന്നത് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പോമാണ്. എബൌട്ട് ദ പെയിൻ ഓഫ് ലൂസിങ് സമ്മൺ ഡീപ്ലി ലവ്ഡ്, അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഇല്ലായ്മയെ, അതാണ് ഈ ഒരു പോയത്തിൽ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു പോം ആയിരിക്കുന്നത്. ആൻഡ് W.H. Auden വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു കാര്യത്തെ നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഹൗ ഗ്രിഫ് ക്യാൻ മേക്ക് ദ ഹോൾ വേൾഡ് ഫീൽ എമറ്റി ആൻഡ് മീനിങ്ലെസ്, എങ്ങനെയാണ് ഈ ഗ്രിഫ്, ഈ ഒരു ദുഃഖം, വിലാപം ലോകം മുഴുവനെയും ഫീൽ ചെയ്യുന്നത് എമറ്റി ആൻഡ് മീനിങ്ലെസ്, ഒന്നുമില്ലാത്തതും അതേപോലെ തന്നെ മീനിങ്ലെസ്സും ആക്കുന്നതും എന്നാണ് ചെറിയൊരു കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞ പോം, ഒരു ഷോർട്ട് പോമാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോം കൂടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.